ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാൻ തരാൻ പോകുന്നത് അഹിംസ പരമോധർമ്മ, അതായത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ജ്ഞാനക്കുമ്മി. ജ്ഞാനം കുമ്മി എന്ന് വെച്ചാൽ എന്താണ്? കുമിഞ്ഞിരിക്കുന്ന ജ്ഞാനം, അറിവാണിത്. അത് ഓരോ ഖണ്ഡികൾ ഇങ്ങനെ ഞാൻ മക്കൾക്ക് തന്നുകൊണ്ടിരിക്കുക. പാർട്ട് 6 കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പാർട്ട് 7-ാമത്തേന് ഞാൻ ഇന്ന് 2-3 ഖണ്ഡിക വായിച്ച് മനസ്സിലാക്കി തരാം. കാരണം നമ്മൾ ഇന്ന് ലോകം മൊത്തവും ചുറ്റിക്കറങ്ങുക, എന്തിനോ വേണ്ടി. സമാധാനമില്ല, ശാന്തിയില്ല, എന്തൊക്കെയോ നമുക്ക് എവിടെ ചെന്നാലാ ഭഗവാനെ കിട്ടുന്ന എന്ന് കരുതി നമ്മൾ പലയിടത്തും ചുറ്റി കറങ്ങി സഞ്ചരിക്കുന്നു. പക്ഷേ എന്തെങ്കിലും ആകുലം തീരുമോ? അതിനെപ്പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ആകവേ കർമ്മങ്ങൾ ചെയ്താലും ലോകം മുഴുവനും ചുറ്റിയാലും ആകുലം തീരുകയില്ല. അതുകൊണ്ടു നീ ആകാശം പാരടി ജ്ഞാനപ്പെണ്ണേ. എന്താണ് ആകാശം പാരടി? നമ്മുടെ പുരികത്തിൻ്റെ നടുമധ്യത്തായിട്ട് ഭ്രൂമധ്യം എന്ന് പറയും. അവിടെ കണ്ണടച്ച് ധ്യാനിക്കുന്നതിനാണ്. ഓം എന്ന ആ നാദബ്രഹ്മം അവിടെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആകാശമാണ്. അവിടെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ആകാശം പോലെയല്ലേ ഇരിക്കുക, അവിടെ പ്രകാശം വരണം. ആ പ്രകാശം തെളിയുമ്പോഴാണ് നമ്മുടെ ഉള്ളെല്ലാം പ്രകാശിക്കുന്നത്. അതാണ് ആത്മാവ്, ഈശ്വരൻ. അതിന് നമ്മൾ ലോകം മുഴുവനും ചുറ്റിയിട്ടോ എവിടെല്ലാം പോയാലോ നമ്മൾക്ക് എന്ത് വരത്തില്ല? ആകുലം തീരുകയില്ല. ഈ ആകവേ കർമ്മങ്ങൾ, ഒരുപാട് കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പല അമ്പലങ്ങളിൽ പോയി പൊങ്കാലയിടുന്നുണ്ട്. ഒരുപാട് കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? നമ്മൾ ഈശ്വരനെ കണ്ടെത്താൻ, ആ പ്രകാശത്തിന് വേണ്ടി, പരമാത്മാവിനെ അറിയാനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി. നമുക്ക് ആനന്ദ സ്വരൂപനെ എങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയുന്നത്? അതിനു വേണ്ടി ആർക്കും ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിലും പല കർമ്മങ്ങൾ ചെയ്യാനായാലും എവിടേക്കോ ചുറ്റി സഞ്ചരിച്ചിട്ട് ഏത് അമ്പലത്തിൽ പോയാൽ പറ്റും, എവിടെ ജോലി സ്ഥലത്തൊക്കെ പോയാൽ പറ്റും, സമാധാനത്തിന് എവിടെ പോയാൽ പറ്റും, ഇങ്ങനെ അലഞ്ഞ് സഞ്ചരിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാം? ആകുലം അതുകൊണ്ടൊന്നും തീരുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ആകവേ കർമ്മങ്ങൾ ചെയ്താലും, എന്തെല്ലാം ഹോമങ്ങളോ യാഗങ്ങളൊക്കെ ചെയ്താലും, ലോകം മുഴുവനും ചുറ്റിയാലും, ഈ ലോകം മൊത്തവും ചുറ്റിക്കറങ്ങിയാലും ആകുലം തീരുകയില്ല. അതുകൊണ്ടു നീ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ആകുലം, വിഷമം തീരുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? ആകാശം പാരടി ജ്ഞാനപ്പെണ്ണി. നമ്മുടെ ഉള്ളിലെ പരമാത്മാവ് ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ആനന്ദ സ്വരൂപൻ. അവിടെയാണ് നമ്മൾ പാരടി. അവിടെ നോക്കൂ, എവിടെ കണ്ണടച്ച് ധ്യാനിക്കണം. ഓം എന്ന് പറഞ്ഞ് ആ ബ്രഹ്മ, ആ നാദമാണ്, അത് ഈശ്വരനാണ് നാദം, ആ ഓങ്കാരപ്പൊരുൾ. അപ്പം അതിന് നമ്മൾ ധ്യാനിക്കാൻ എവിടെ നോക്കണം? ഭ്രൂമധ്യത്തിൽ കണ്ണടച്ച്, പിന്നെ മൂക്കിൻ്റെ നാസാഗ്രത്തിൽ, മൂക്കിൻ്റെ അറ്റത്ത് പുരികത്തിൻ്റെ നടുക്കായി നമ്മൾ അവിടേക്ക് ശ്രദ്ധിക്കണം, നോക്കി ധ്യാനിച്ചിരിക്കണം. ആത്മാവിൽ ലയിച്ച് ആനന്ദം അനുഭവിക്കത്തക്കവണ്ണം നമ്മൾ ദിവസേന കൃത്യനിഷ്ഠയോടുകൂടി തന്നെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രേമമാകുന്ന ഭക്തിയിൽ തന്നെ മുഴുകിയിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളെല്ലാം പ്രകാശിച്ച് പരമാത്മാവിനെ നമുക്ക് രുചിച്ചറിയാൻ പറ്റുക. അല്ലാതെ കണ്ടറിയുന്നതല്ല ഇത്. അത് ഈശ്വരൻ അരൂപിയാണ്, നമ്മളതിനെ അറിയുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരുദേവൻ പറയുന്നത്. എന്താണ്? ഈശ്വരൻ അറിവാകുന്നു. എന്താണ് അറിവ്? ഇതറിയുന്നതാണ്. അതാണ് അറിവ്. നമ്മൾ അറിയുമ്പോഴാണ്, ഈശ്വരനെ അറിഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലാതെ കണ്ടല്ല. ആ അനുഭൂതി നമ്മൾ മനസ്സിലാക്കുന്നത് അറിയുമ്പോഴാണ്. അതാണ് പരമാത്മാവായ ഈശ്വരൻ അറിവാകുന്നു എന്ന്. നാം ശരീരമല്ല, അറിവാകുന്നു. നമ്മുടെ ദേഹം, ശരീരം എന്താണ്? ഈശ്വരനല്ല. അത് സാക്ഷി അല്ല. അതിൻ്റെ ഉള്ളിലൊരു സാക്ഷിയുണ്ട്. അത് നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്, നാം ശരീരമല്ല, അറിവാകുന്നു. നമ്മൾ ഓരോരുത്തരും അഹം ബ്രഹ്മാസ്മി ആകണമെങ്കിൽ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പറയുന്നത് അറിവ് ഈശ്വരനാണ്. അല്ലാതെ അതെന്താ? അറിയുമ്പോഴാണ് നമ്മൾ ആനന്ദം അറിയുന്നത്. ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മൾ അറിയണം. അതിനാണ് ധ്യാനം. അതുകൊണ്ട് ആകാശം പാരടി ജ്ഞാനപ്പെണ്ണേ, നമ്മൾ ധ്യാനിക്കണം. എല്ലാ നമ്മുടെ പ്രവൃത്തികളും എല്ലാം ശുദ്ധമായ ഹൃദയവും എല്ലാം ആയി പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ അറിയുക. അറിയുമ്പോൾ ഒരു ആനന്ദ ലഹരിയാണത്.
അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് പരമാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുക. സാക്ഷി, നമ്മുടെ ഉള്ളിലുള്ള സാക്ഷിയായിരിക്കുന്ന ഈശ്വരനാണെന്ന അതാണ് നാം. അങ്ങനെ നമ്മെ തന്നെ നമ്മൾ അറിയുക. അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്, എന്നിലിരിക്കുന്ന ഒരു ഞാനുണ്ട്. ആ ഞാനിനെ അറിയുക, അല്ല കാണുകയല്ല, അത് അറിയുക. അപ്പോൾ അടുത്ത ഖണ്ഡിക നമുക്ക് ചൊല്ലാം. ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ടതു നീയല്ലത്. അപ്പോൾ ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം, പഞ്ചഭൂതം നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരം ജലത്തിലെ പോള പോലെയാ, കുമിള പോലെയാ. ജലത്തിലൊരു കുമിള വന്ന് പോകുന്നത് പോലെയാണ് നമ്മുടെ ദേഹം. അതുകൊണ്ട് മോഹിക്ക വേണ്ട അത്. അതുകൊണ്ട് ഈ ദേഹത്തിനെ നീ മോഹിക്കണ്ട. അത് നീ അല്ല. നീ എന്ന് പറയുന്നത് ദേഹമല്ല. അതുകൊണ്ട് ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ട അതു നീ അല്ലത്. ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹ അതീത പൊരുൾ ജ്ഞാനപ്പെണ്ണി. ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സാക്ഷിയുണ്ട്, അതാണ് നീ. ഞാനെന്ന് പറയുന്ന വസ്തു അതാണ് നീ എന്ന് മറ്റൊരാളിപ്പം ഒരാളോട് പറയുമ്പം നീ ആരാ? ഉള്ളിലിരിക്കുന്ന സാക്ഷിയാണ്, അല്ല ദേഹമല്ല. അതാണ് ദേഹം. എന്താണ്? ജലത്തിലെ കുമിള പോലെയാണ്. ഒരു ജലത്തിലൊരു കുമിള വന്ന് പോകുന്നത് പോലെ തന്നെയാണ് ദേഹം. എപ്പോഴും അതിന് പോകാം. ചിലപ്പം 10 100 വർഷത്തിനകത്ത് പോകാം, ചിലപ്പോൾ അന്ന് തന്നെ പോകാം, ചിലപ്പം 10 20 ചില 10 ദിവസമോ, ചിലപ്പം അങ്ങനെ പല പല അളവിലാണ് ഓരോ ദേഹവും പോകുന്നത്. അതുകൊണ്ട് ദേഹം ജലത്തിലെ കുമിള പോലെയാണ്, പോള പോലെയാണ്. അതുകൊണ്ട് അതിനെ നീ മോഹിക്കണ്ട. ഈ ലോകത്തിലുള്ളത് സർവ്വതും എന്തിനുള്ളതാ? ഈ ദേഹത്തിനുള്ളതാ. അതുകൊണ്ട് ഈ ദേഹത്തിന് വേണ്ടിയുള്ളതൊന്നും നീ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സമാധാനവും ശാന്തിയും വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹ അതീത പൊരുളാണത്. അത് ദേഹത്തിനും അതീതമായിരിക്കുന്ന ഒരു പൊരുളാണ് ഉള്ളിലിരിക്കുന്നത്. അതാണ് നീ, അല്ലാതെ ദേഹമല്ല. ദേഹം നീ അല്ല. അതുകൊണ്ട് നീ വിഷമിക്കാതിരി. നിന്റെ ദേഹത്തെ നീ ത്യജിക്കൂ. നിന്റെ ദേഹത്തിന് വേണ്ടി നീ മോഹിക്കണ്ട. അതിനുവേണ്ടി നീ താലോലിച്ച് വളർത്തുകയൊന്നും വേണ്ട. അത് ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് പോള പോലെ പൊട്ടിപ്പോകുന്നതാണ്. അതുകൊണ്ട് ദേഹത്തിനുള്ളിൽ അതീതമായിരിക്കുന്ന ആ ശക്തിയെ, ആ പരബ്രഹ്മ സ്വരൂപത്തെ, ആ സാക്ഷിയെ, അതിനെ നീ അറിയൂ. അറിവ് ഈശ്വരനാകുന്നു. അതുകൊണ്ട് അതിനെ അറിഞ്ഞ് മനസ്സിലാക്കൂ. അതിനെ കാണുന്നതല്ല. അത് അരൂപിയാണ്, അത് അനുഭവിക്കുന്നതാണ്, അത് ആനന്ദമാണ്, അത് സ്നേഹമാണ്, അത് ദയയാണ്, അത് കരുണയാണ്. അങ്ങനെയുള്ളതിനെ നീ അറിയുമ്പോഴാണ് ഇതെല്ലാം നിന്നിലുണ്ടാകുന്നത്. ഇതിനെ നീ അറിഞ്ഞ് നിൻ്റെ ദേഹം തിളങ്ങും, പ്രകാശിക്കും, നിൻ്റെ ഉള്ളും പുറവും പ്രകാശിക്കും ഇതിനെ അറിയുമ്പോൾ. അപ്പോൾ നീ സ്നേഹമായി മാറും, നീ കരുണയായി മാറും, നീ എന്തൊക്കെയാവും? നീ ആനന്ദമായി മാറും. സാക്ഷാൽ പരമാത്മാവ് ആനന്ദ സ്വരൂപനാണ്. അത് നീ ആയി മാറും. അത് നീയാണ്. നിൻ്റെ ഉള്ളിൽ അതാണുള്ളത്. അതിനെ നീ മനസ്സിലാക്കൂ. അതിനെ നീ ജ്ഞാനത്തെ അറിയൂ. ഈ അറിവ് നീ അറിയുമ്പോൾ ഞാൻ രുചിച്ചറിയാൻ പറ്റും. നീ ആനന്ദിക്കും, നീ രമിക്കും, സർവത്തിലെ ആത്മാരാമനായി തീരും. നീ പരമാത്മാവിൽ ലയിക്കുമ്പോൾ നീ അവിടെ രമിച്ചു ആനന്ദമായി പരമാനന്ദത്തെ ലഭിക്കുമ്പോൾ അവിടെ സർവ്വസുഖങ്ങളും അതിലുണ്ടാവും. അവിടെ അപ്പോഴും നമുക്ക് ദുഃഖദുരിതങ്ങളൊന്നുമില്ല. എല്ലാം സമത്വമായി കാണാനും എല്ലാവരോടും സ്നേഹിക്കാനും ആർക്കും നമുക്ക് കരുണ ചെയ്യാനും ദയ തോന്നിക്കാനും സ്നേഹം എല്ലാം കൊണ്ടും നമ്മൾ നിറയും. അതാണൊരു പരമാത്മാവ് ഉള്ളിലുള്ളവരുടെ അവസ്ഥ. അതിന് എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. പക്ഷെ അതിനെ തെളിയിച്ചെടുക്കണം. അത് നമുക്ക് അറിയണമെങ്കിൽ അറിവ് സമ്പാദിക്കണം. ധ്യാനിച്ചും നമുക്ക് പാഠങ്ങൾ ഇതിപ്പോൾ മനസ്സിലാക്കണം. ഈ ലോകം മൊത്തം ചുറ്റണ്ട, അവിടെ ഒന്നും ഇല്ല. ദേഹവും നീ അല്ല, അത് ജലത്തിലെ പോള പോലെയാണ്. അതുകൊണ്ടൊന്നും നിൻ്റെ വിഷമം തീരുകയില്ല. നീ ദേഹത്തിൻ്റെ അകത്തിരിക്കുന്ന ആ ഉള്ളിലിരിക്കുന്ന ദേഹത്തിൻ്റെ അതീതമായിരിക്കുന്ന ഒരു പൊരുളുണ്ട്. അതാണ് സാക്ഷി, അതാണ് നീയേ, അതാണ് ഈശ്വരൻ. അതിനെ നീ രുചിച്ചറിയൂ, ആനന്ദിക്കൂ, അനുഭവിച്ചറിയൂ. ആ പരമാനന്ദത്തെ നീ അതൊരു ലഹരിയാണ്. ആനന്ദ സ്വരൂപനൊരു ലഹരിയാണ്. അതിനെ നീ അറിയൂ. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ഗുരുദേവൻ, ഗുരു ആരാ? ഗുരു ഇത് അറിഞ്ഞവനാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരൻ അറിവാകുന്നു. അറിയുന്നവരെല്ലാം പറയും അറിവാകുന്നു എന്ന്. അതുകൊണ്ട് ഞാനും പറയുന്നു ഇത് ഈശ്വരൻ അറിവാകുന്നു. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ജ്ഞാനം, ആ സ്നേഹം, ആ കരുണ, ആ പ്രകാശം, അതാണ് ആ തേജസ്, അതാണ് ഈശ്വരൻ എന്ന് നമ്മൾ അറിയുമ്പോഴാണ് അറിയുന്നത്. അല്ലാതെ ലോകം മുഴുവൻ ചുറ്റിയിട്ടോ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടോ ഈ അനുഭവം ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മൾ തന്നെ പ്രയത്നിച്ച് നമ്മുടെ ഉള്ളിൽ തെളിയിക്കുന്നതാണ്. അത് വിളങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ എത്രയും പറഞ്ഞത്. അതെന്നും മക്കൾ ഇത് പറയാൻ കാരണം എന്നെ 1 2 3 മക്കൾ വിളിക്കുമ്പോൾ പറയും
അമ്മ ഇന്ന ഒരു പ്രഭാഷണം, ഇന്ന ഒരു ആള് ഇന്നതുപോലെ അത് അമ്മ കേൾക്കുന്നുണ്ടോ, അത് കൊള്ളാമോ, അതെങ്ങനെയുണ്ട് എന്നൊക്കെ എന്നോട് പല മക്കളും ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് ഇത്രയും കാഠിന്യമായിട്ട് ഞാനിത് പറയാൻ കാരണം എന്ത് നോക്കിയിട്ടും എവിടെ ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ. ഒരുപാട് പ്രഭാഷണം കേട്ടതുകൊണ്ടോ ലോകം മൊത്തം ഇരിക്കുന്ന സന്യാസിമാരെ മൊത്തം കണ്ടിട്ടോ പ്രാർത്ഥനയിൽ ചെന്ന് പങ്കുകൊണ്ടിട്ടോ യാതൊന്നും നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷിയെ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടേ. പ്രാർത്ഥനാലയത്തിൽ പോയാൽ കിട്ടത്തില്ലെന്നല്ല, പ്രാർത്ഥനിക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ നമ്മൾ അതായി തീരുകയാണ്. അത് നമ്മളങ്ങനെ ആകാതെ ലോകത്തിലെ കാര്യമൊന്നും കൊണ്ടവിടെ പോയിരുന്നാൽ നമ്മളെങ്ങനെ ആവും? എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എൻ്റെ കാര്യം നേടണം, എനിക്ക് വീട് വേണം, കൂട് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം വേണ്ടി ചെന്നിരുന്നാൽ ഇത് കിട്ടൂ? ആകുലം തീരൂ? നമുക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമ്മൾ കണ്ടെത്തി ആനന്ദിക്കുമ്പോഴാണ് നമുക്ക് ആകുലം തീരുന്നത്. നമുക്ക് എപ്പോഴും ആനന്ദത്തിൽ മുഴുകാനൊരു സമയം കിട്ടുമെങ്കിൽ നമുക്ക് ആകുലം ഇല്ല, ചിന്തയില്ല, മനസ്സിന് സമാധാനം കിട്ടും. അല്ലാതെ നമ്മൾ ഏതെല്ലാം പ്രാർത്ഥനയ്ക്ക് പോയിട്ടും അവിടെ പോയി പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്കൊരു ഭവനമില്ല, എനിക്ക് 5 സെൻറ്റ് തറയില്ല, എൻ്റെ കൊച്ചിനെ കെട്ടിച്ചയച്ചില്ല, അത് വേണ്ടെന്നല്ല ഞാനത്, അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ വേണം. അല്ലാതെ എല്ലാം തികഞ്ഞ് നമുക്ക് ഒരു നിറവായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വേണോ? ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ പോരെ? അത്യാർത്ഥി പാടുണ്ടോ ഒരു ഭക്തന്? അപ്പോൾ ഒരു ഭക്തന് പിന്നെ എന്താ വേണ്ടത്? സമാധാനമാണ് വേണ്ടുന്നത്. കുഞ്ഞുങ്ങൾക്കും കൂടുള്ളവർക്കും എല്ലാം നന്മ വരുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. അതിന് നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആദ്യമേ പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കണം, യഥാർത്ഥമായ ആത്മാവിനെ. അത് വേണമെങ്കിൽ ഞാൻ ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. കാണപ്പെടുന്നത് അനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവല്ലോ, നൂനമിച്ചൊന്നതു തത്വവിരിവെങ്കിൽ നാനാവിധം ചൊല്ലും ജ്ഞാനപ്പെണ്ണേ. ഈ ലോകത്ത് കാണുന്നതെല്ലാം അനാത്മാവാണ്. നമ്മൾ ഏത് പള്ളിയിലോ പറമ്പിലോ അമ്പലത്തിലോ ക്ഷേത്രത്തിലോ ഗുരുവായൂരോ എവിടെ പോയി കണ്ടാലും അതെല്ലാം അനാത്മാവാണ്. കാണുന്നതൊക്കെ നശിക്കുന്നതാണ്. അത് അനാത്മാവാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷിയാണ് നശിക്കാത്തത്. അത് ഒന്നേ ഉള്ളൂ. ഈ ലോകം മൊത്തവും നിറഞ്ഞിരിപ്പുണ്ടത്. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അത് തെളിയണം, അത് വിളങ്ങണം. അപ്പോഴാണ് നമുക്ക് ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന വസ്തു പരബ്രഹ്മമൂർത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമേ നമ്മുടെ ഉള്ളിലെ നമ്മൾ കണ്ടെത്തുക ആ സാക്ഷിയെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും കാണുന്നതെല്ലാം ഈശ്വരനാണ്, എല്ലാത്തിലും പരമാത്മാവാണ് എന്ന് നമുക്ക് അപ്പോഴാണ് അറിയുന്നത്. അതിനു മുൻപ് നമ്മൾ എല്ലാം ഓടിപ്പിടിച്ചെത്തുന്ന എന്താ, എവിടാ ഇരിക്കുന്ന ആദ്യമേ നമ്മൾ അതിനെ മനസ്സിലാക്കി അതിനെ രുചിച്ചറിയാനുള്ള ശ്രമം എടുക്കണം. അതുകൊണ്ട് അങ്ങനെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കണ്ടെത്തുമ്പോഴാണ് ഈ ലോകം മൊത്തവും അത് ആ ചൈതന്യമാണ്, ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന ചൈതന്യമൂർത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ തൂണിലും തുരുമ്പിലും എല്ലാം പരമാത്മാവുണ്ട് എന്നറിയും. അപ്പോൾ നമുക്ക് അപ്പോൾ എന്താ, നമ്മുടെ മനസ്സിന് ആകുലമെല്ലാം തീരും. എന്ത് നോക്കിയാലും പരമാത്മാവാണ് ഉൾക്കൊള്ളുന്നത്, കാണുന്നത്. അപ്പോൾ അനാത്മാവ് പോലും ആത്മാവായി അങ്ങ് മാറുക ചെയ്യുന്നത്. എവിടെ നോക്കിയാലും ഈശ്വരനാണ്. ഈശ്വരൻ്റെ ചൈതന്യം അല്ലാത്ത വേറെ ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും. കാണുന്നതെല്ലാം പരമാത്മാവ്. ഞാൻ തന്നെയാകുന്നു, ഞാനായവൻ തന്നെയാകുന്നു ഈ ഞാൻ ഈ എല്ലാത്തിലും എന്ന് നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി രുചിച്ചറിയണം. അതിനെ നമുക്ക് രുചിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ സാക്ഷിയെ നമ്മൾ കണ്ടെത്തി രുചിച്ചറിഞ്ഞ് ആനന്ദ സ്വരൂപനാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി അതിനെ രുചിച്ചറിഞ്ഞ് ആ ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ട് ആ പ്രകാശത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അകവും പുറവും നമ്മൾ വിളങ്ങുമ്പോഴാണ് മറ്റുള്ളതിലും നമുക്ക് ആ തെളിച്ചം കാണാൻ പറ്റൂ. അല്ലാത്തത്തോളം കാലം ഞാനെന്ന നീ എന്നുള്ള രണ്ടവസ്ഥയായി മാറും. ഇതൊന്നും മാറണമെങ്കിൽ അത് നിൻ്റേത് എൻ്റേതെന്നുള്ള ആ ഭ്രമം മാറണമെങ്കിൽ, കാരണം സർവ്വതും ഞാനായി മാറും. അപ്പോൾ ഈ ഇതൊന്നും അങ്ങ് മാറിയിട്ട് ഏകമായി മാറും. ഏത് കണ്ടാലും എവിടെ പോയാലും എല്ലാം ഞാൻ തന്നെയാകുന്നു. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം, അറിവിനെ കണ്ടെത്തി നമ്മൾ അറിയണം. അറിയേണ്ടതിനെ അറിയുമ്പോഴാണ് മറ്റൊന്നിനെ അറിയാൻ പറ്റൂ. അല്ലാതെ എന്നിലെ ഞാനിനെ അറിയാതെ ഞാൻ വേറൊരുത്തൻ്റെ ഞാനിനെ ഞാൻ എങ്ങനെ അറിയും? എന്നിലിരിക്കുന്ന ഞാൻ ആരാണെന്ന് ഞാൻ അറിയാതെ വേറൊരുത്തൻ ആരാണെന്ന് എനിക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? എന്നിലിരിക്കുന്ന ഞാനിനെ ഞാൻ അറിയുമ്പോൾ എനിക്ക് മറ്റുള്ളതെല്ലാം ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. സൽപ്രവൃത്തിയും സജ്ജന സംസർഗവും എല്ലാം അറിഞ്ഞും എല്ലാം തികഞ്ഞും വരുമ്പോൾ ധ്യാനവും കൂടെ ആകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തെ മനസ്സിലാക്കി അറിയണം, രുചിച്ചറിയണം. എത്രയേ എനിക്കിന്ന് പറയാനുള്ളൂ. ഇനിയും ഞാനിതുപോലെ പറയാൻ അവസരം കിട്ടുന്നെങ്കിൽ ഇപ്പോഴും ഞാനിത് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ മക്കളും എനിക്ക് ഇത്രയും വിഷമം വരാൻ കാരണം ഇത്രയും ഭാഗവതം ഞാൻ ഇതൊക്കെ വായിച്ച് പഠിപ്പിച്ചിട്ടും മക്കൾ അതൊരു ചെവി കൂടെ കേട്ട് വേറൊരു ചെവി കൂടെ കളഞ്ഞിട്ട് അമ്മേ ഇന്നടത്ത് ഇന്നത് കേട്ടിട്ടോ
അമ്മ, അങ്ങനെ എനിക്കിങ്ങോട്ട് ഇട്ട് തരിക. 1, 2, 3 മക്കൾ ഓരോ കാര്യങ്ങളും പല പല കാര്യങ്ങളും എനിക്ക് ഇട്ട് തരും. ഞാനുണ്ടോ ഇതൊക്കെ അറിയുന്നു? എല്ലാം ഈശ്വരനല്ലേ. എല്ലാം അത് ഒന്നെങ്കിലും ചള്ളുണ്ടോന്ന്, എനിക്കെല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ എനിക്കിനി പ്രത്യേകിച്ച് ഇതൊക്കെ വായിച്ച് പഠിക്കാൻ എളുപ്പമാണോ? അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത് ഞാൻ ചെയ്യുന്നത്. ഇത് എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ സത്യാവസ്ഥ. ഇതിലപ്പുറം വേറൊരു സത്യമില്ല. അത് മനസ്സിലാക്കുക. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.